നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ തോരനാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ്. ആർക്കും ഉണ്ടാക്കാതെ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഞാൻ ആദ്യമേ പറയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഒന്ന് എല്ലാവരും കാണുക. കാണുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എല്ലാവരും പലരും വീഡിയോസ് കാണുന്നതിന്റെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പപ്പായ തോരൻ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ പപ്പായ 2 എടുത്തുള്ളത്. നമുക്ക് ഒന്ന് തൊലിയെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ചെറിയ ഉള്ളി തന്നെ വേണം നമുക്ക് കേട്ടോ. ഒരു 10-15 ചെറിയ ഉള്ളി നന്നാക്കിയിട്ട് എടുക്കുക. ഒരു 3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇത് വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമ്മൾ പപ്പായ നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത്, വലിയൊരു കട്ട് ചെയ്യണ്ട, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളി ഒരു 10-12 ചെറിയ ഉള്ളി നല്ലതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചതച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാനിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക് ഒരു 3 കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പപ്പായ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതിന് ഞാൻ ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം, മൺചട്ടി എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണ്. അപ്പൊ അതിലേക്ക് ഞാൻ പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങളുടെ എടുക്കുന്ന പപ്പായ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ 2 ചെറിയ പപ്പായ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതിന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. വേവിച്ച് നല്ലതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് അടച്ചു കൊടുക്കണം. ഞാനിപ്പോൾ അടച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പപ്പായൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഏകദേശം 9 മിനിറ്റ് 10 മിനിറ്റോളമായി നമ്മളിങ്ങനെ വേവിക്കൽ തുടങ്ങിയിട്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാനിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട്, വെന്തും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒന്നുകൂടി കുറച്ച് വെള്ളം വറ്റാനുണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് നമ്മൾ ഇത്രയും ഒരു 10 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായി. ഇതിനകത്ത് കുറച്ചുകൂടി വെള്ളമുണ്ട്. അപ്പൊ അതൊന്നും കൂടി വറ്റുന്നവരെ ഞാനൊന്ന് തുറന്നിട്ട് വേവിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പപ്പായ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതുപോലെ ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാനോ അല്ലെങ്കിൽ ചീനിച്ചട്ടിയോ എടുക്കുക. ഞാൻ കുഴിയുള്ള ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. അപ്പൊ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന, ഞാൻ 2-3 ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളക് ഒരു 4 ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി, ചതച്ചതായാലും അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താലും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10-12 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. ഉള്ളി ചേർക്കുന്നത് ടേസ്റ്റ് ആണ്. അപ്പൊ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലപോലെ ഒരുവിധം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം വഴറ്റേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് പോലെ, കുത്തു മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പപ്പായ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും നമ്മൾ ഇതിന്റെ വറവൊക്കെ നല്ലതുപോലെ മിക്സ് ആയി കിട്ടണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ പപ്പായ നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരുവിധം വെന്തതാണ്, നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയതാണ്. പിന്നെ ഈ മസാലയൊക്കെ ഒന്ന് ഇതുപോലെ, ഈ മുളക് പൊടിയൊക്കെ നമ്മൾ ശരിക്കും നല്ലപോലെ കുത്തുമുളകും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം നല്ലപോലെ ഇതിന്മേൽ പിടിക്കുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഏകദേശം കുക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയി വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തിരി കുറവാണ് ഉപ്പ്. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത 1 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ്. അപ്പൊ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. അപ്പൊ പപ്പായൊക്കെ നല്ലതുപോലെ മിക്സ് ആയി അത്യാവശ്യം ഒന്ന് ഇതുമോ ഉള്ളിയും മുളകും ഒക്കെ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലൊന്ന് വേവിക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി വെന്തിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ വേവിച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ടായിരിക്കും.
ഒന്നുകൂടി നിങ്ങൾക്ക് വേവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ഒന്ന് അടച്ചിട്ട് വേവിക്കാം. ഇപ്പൊ ഞാനിത് നല്ലപോലെ വെന്ത് കിട്ടിയതുകൊണ്ട് അധികം ഞാൻ അടച്ചിട്ട് വേവിക്കുന്നില്ല. ഉപ്പ് നോക്കി ഉപ്പ് കുറവുള്ളത് ചേർത്ത് ഞാനിപ്പോൾ ഇത് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെടുത്ത് മാറ്റി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉപ്പോ കാര്യങ്ങളോ നിങ്ങൾ ചെക്ക് ചെയ്യണം. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെയല്ല, നിങ്ങൾ എടുക്കുന്ന പപ്പായയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഉപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറവോ കൂടുതലൊക്കെ ഉണ്ടാവും. അപ്പോൾ തന്നെ എരിവ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചതമുളക് കൂടി ചേർത്ത് കൊടുക്കാം, മുളക് ചതച്ച് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവും ഉപ്പും ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം, കുറവ് വേണമെങ്കിൽ കുറവ് ഇടാം. അപ്പോൾ നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനമാണ്. നമുക്ക് വേറെ ഏത് കറിയും കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റ് ഉള്ള തോരനാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ഇൻഗ്രീഡിയൻസും വളരെ കുറഞ്ഞ സമയം മാത്രം മതി ഉണ്ടാക്കാനായിട്ട്. സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനമാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടും. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.